നമുക്ക് പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്താണെന്ന് നോക്കാം. പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഉള്ള ഫങ്ഷൻസിൻ്റെ ഡിഫറൻസിയേഷനെയാണ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് ദാറ്റ് വി ഹാവ് എ ഫങ്ഷൻ ഓഫ് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x square y plus 4xy cube plus y raised to 4. That means here we have two independent variables x and y. Therefore we have two differentiations, one with respect to x and the other with respect to y. First with respect to x എടുത്താൽ ഡോ എഫ് ബൈ ഡോ എക്സ് ആണ് നൊട്ടേഷൻ, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. നെക്സ്റ്റ് നൊട്ടേഷനാണ് എഫ് സഫിക്സ് എക്സ് എന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എക്സ് മാത്രം വേരിയബിളായിട്ട് കൺസിഡർ ചെയ്യും, വൈനെ കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ടേമിൽ നമുക്ക് വരുന്നത് എക്സ് ക്യൂബാണ്. എക്സ് ക്യൂബിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3x സ്ക്വയർ ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ ആൻസർ 3x സ്ക്വയർ. അടുത്ത ടേമിൽ 3യും കോൺസ്റ്റൻ്റ് ആണ്, അതേപോലെ തന്നെ വൈയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് പാർട്ടായിട്ട് 3y ആണ് എടുക്കുന്നത്. പിന്നെ നമുക്കുള്ളത് എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2x വരും. അതേപോലെ തന്നെ നെക്സ്റ്റ് ടേമിൽ 4ഉം കോൺസ്റ്റൻ്റ് ആണ്, വൈ ക്യൂബും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 4y ക്യൂബ് കോൺസ്റ്റൻ്റ് ആയി. പിന്നെ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പോൾ ഇൻറ്റു 1 പ്ലസ് നെക്സ്റ്റ് ടേമിൽ വൈ മാത്രമേ ഉള്ളൂ, വൈ റേസ് ടു 4. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയത് കാരണം അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആണ്. അപ്പോൾ ടോട്ടൽ ആൻസർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആൻസർ വരുന്നത് 3x സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 2 6xy പ്ലസ് 4 ഇൻറ്റു 1 4y ക്യൂബ്. ഇതാണ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കാം. ഇപ്പം നൊട്ടേഷൻ വരുന്നത് ഡോ എഫ് ബൈ ഡോ വൈ ആണ്. അടുത്ത നൊട്ടേഷൻ എഫ് സഫിക്സ് വൈ ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് ടേമിൽ എക്സ് ക്യൂബാണ്, അതായത് വിത്ത് റെസ്പെക്ട് ടു വൈ ആയ കാരണം എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ് ക്യൂബ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ടേം മൈനസ് 3x സ്ക്വയർ വൈയിൽ 3യും എക്സ് സ്ക്വയറും കോൺസ്റ്റൻ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു വൈ ആയ കാരണം. പിന്നെ അവിടെ വൈ ആണ് വരുന്നത്. വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആണ്. അടുത്ത ടേമിൽ നമുക്ക് 4ഉം എക്സും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 4x കോൺസ്റ്റൻ്റ് ആയിട്ട് വരും വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന കാരണം. പിന്നെ അവിടെ ഉള്ളത് വൈ ക്യൂബാണ്. വൈ ക്യൂബിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 3y സ്ക്വയർ ആണ്. അടുത്ത ടേമിൽ വൈ റേസ് ടു 4, അത് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 4y ക്യൂബാണ്. ഇപ്പോൾ ടോട്ടൽ ആൻസർ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് 3 ഇൻറ്റു 1 3x സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 3 12xy സ്ക്വയർ പ്ലസ് 4y ക്യൂബ്. ഇതാണ് നമുക്ക് ഫൈനൽ ആൻസറായിട്ട് വരുന്നത്.